അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ തയ്യാറെടുക്കുന്ന ആളുകളിൽ നമുക്കെങ്ങനെ താല്പര്യം സൃഷ്ടിക്കാനാകും? എങ്ങനെയെങ്കിലും അത് സൃഷ്ടിക്കുകയോ ആളുകളെ കണ്ടീഷൻ ചെയ്യുകയോ അവരെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും പഠിക്കാനുള്ള കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിന് കൃത്രിമമായി ഒരു പോസിറ്റീവ് സമപ്രായക്കാരുടെ സമ്മർദ്ദം സൃഷ്ടിക്കുകയോ ചെയ്യേണ്ടത് സ്വാഭാവികമല്ലേ? ഇതൊരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ്. ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ പഠിതാവിനും വ്യത്യസ്തമായ ഒരു ആവശ്യമുണ്ടാകും. ഒരു രീതിശാസ്ത്രം, ഒരു ഗ്രൂപ്പ്, ഒരു പ്രായപരിധി, ഒരു സമൂഹം എന്നിവ ഉണ്ടാകില്ല. ഒരു ഗ്രാമത്തിൽ നിങ്ങൾ പ്രയോഗിക്കുന്നത് നഗരപരിതസ്ഥിതിയിൽ വിജയിച്ചേക്കില്ല. സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ, മധ്യവർഗം, താഴ്ന്ന മധ്യവർഗം, ഉയർന്ന മധ്യവർഗം, പ്രാദേശിക ഗ്രൂപ്പ്, ദരിദ്ര വിഭാഗം, ഇവരെല്ലാവരും ഒരേ അറിവ് സ്വാംശീകരിക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലിയാണ്. താല്പര്യം എങ്ങനെ സൃഷ്ടിക്കാം എന്ന ലളിതമായ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റേതായ വഴി കണ്ടെത്തും.